മുമ്പ് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അബിയു മരത്തിൻ്റെ ഉണ്ടായ പഴത്തിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. ഇപ്പോഴത് നല്ലവണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാമാന്യം മുഴുത്ത പഴമാണ്. ഇത് കൂടാതെ വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട്. അത് കുറച്ച് മുകളിലായതുകൊണ്ട് അതങ്ങനെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പറിക്കാൻ പറ്റില്ല. അതിനിപ്പം തോട്ടി ഉപയോഗിച്ച് പറിക്കണം. ഞാനിപ്പോൾ ഇത് പറിക്കാൻ പോവുകയാണ്. ഇത് സാമാന്യം നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇത് മരത്തിൽ നിന്ന് തന്നെ പാകമാകണം. ഇത് ശരിക്കും നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. ഇതിൻ്റെ ഈ പച്ചനിറം മാറുന്നോടം വരെയുള്ള പൂർണ്ണമായിട്ടും മാറി അത് മഞ്ഞ നിറമാകുന്നിടം വരെ മരത്തിൽ നിന്ന് തന്നെ പഴുത്താലാണ് അതിന് കൂടുതൽ മധുരം ഉണ്ടാവുക. എന്തായാലും മറ്റ് പഴം പറിക്കുന്നതിന് മുമ്പ് ഇതിന് മധുരം ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്കൊന്ന് അത് മുറിച്ച് നോക്കാം. അതുകൂടാതെ ഇപ്പോൾ താഴെ കാണുന്ന ഒരു പച്ച പാകമാകാത്ത ഒരു കായാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കൂടാതെ വേറെയും ഇതിൽ ഉണ്ടായിരുന്നത് അന്ന് പറിച്ചപ്പോൾ അന്ന് കാര്യമായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മുകളിൽ വേറെയും പഴുത്ത് നിൽപ്പുണ്ട്. എന്തായാലും നമുക്കിത് ഒന്ന് മുറിച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ വിലങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഉള്ളിൽ കുരു ഉള്ളതുകൊണ്ട് ആ കുരു ഒരു തടസ്സമായി നിൽക്കുക, ചിലപ്പോൾ കുരു മുറിഞ്ഞു പോവുകയും ചെയ്യും. ഇതിനുള്ളിൽ 1-2 കുരുക്കളുണ്ടാവും. അപ്പോൾ നമുക്കതുകൊണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റാണ്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ, ഈ കാണുന്നതാണ് അതിൻ്റെ കുരു. ഇതാണ് കുരു. ഇവിടെ ഒരു കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ കട്ട് ചെയ്ത ഈ പഴം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ഇതൊന്ന് സ്പൂണുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതിപ്പം സ്പൂണ് കൊണ്ട് വേണം ഇത് എടുക്കാനായിട്ട്. അതിൻ്റെ ആ തൊണ്ട് ഭാഗം ചേർത്ത് തന്നെ എടുക്കണം. കഴിച്ചു നോക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്താണ് ടേസ്റ്റ്? എന്താ ഒരു കരിക്കിന്റെ ഇളനീരിന്റെ ടേസ്റ്റ്. അതിന് അത്ര മധുരം ഉണ്ടോ? മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത് അതിനോട് ചേർത്ത്, ആ തൊണ്ടിനോട് ചേർത്ത് എടുക്കണം. നല്ലപോലെ ചേർത്ത് ഇതിനെ എടുക്കണം. അത് നല്ലപോലെ ചേർത്ത് എടുക്കണം. അത് സ്പൂൺ കൊണ്ട് ശരിക്കും ഐസ്ക്രീം എടുക്കുന്നവർ ഒരു ഇതായിട്ട് സ്കൂപ്പായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഈ സാധനം അത്ര സോഫ്റ്റാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഒരു ടെൻഡർനെസ് ഉണ്ട്. അതിൻ്റെ നടുക്കുള്ള ആ ഒരു വള്ളി പോലത്തെ ഈ സാധനം ഇതങ്ങ് എടുക്ക് ആ സ്പൂൺ കൊണ്ട്. അതുകൊണ്ട് എടുത്ത് മാറ്റിയ ശേഷം അത് നല്ല സ്കൂപ്പായിട്ട് തന്നെ എടുക്കാം. അത് നല്ലവണ്ണം അങ്ങനെ അതുപോലെ തന്നെ എടുത്തിട്ട് ഇനിയിപ്പോൾ അത് നല്ല കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എടുത്ത് പ്ലേറ്റിനകത്താക്കി നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നേരിട്ട് കഴിക്കുകയോ ചെയ്യാം. എന്തായാലും വളരെ നല്ല ഒരു ടേസ്റ്റുള്ളൊരു പഴമാണ്. എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ സാധിക്കും. ഒരു ചെടിയെങ്കിലും വീട്ടിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പഴം അതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ജലസേചനം ആവശ്യമുണ്ട്. പ്രൂൺ ചെയ്യണം, മരം കൃത്യമായി പ്രൂൺ ചെയ്യണം. ജലസേചനം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വളങ്ങൾ, പ്രത്യേകിച്ച് NPK അടങ്ങിയ വളങ്ങൾ, പൊട്ടാഷ് വളം തുടങ്ങിയ വളങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്കണം. ചാരം, ചാണകം എന്നെല്ലാം യഥേഷ്ടം കൊടുത്താൽ നല്ലവണ്ണം കായ്ക്കുന്ന ഒരു ചെടിയാണ് അബിയു.